അരയനും അമരക്കാരനും എന്ന സിനിമയുടെ പ്രീമിയർ ഷോയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് ഇവിടെ കൂടുന്നത്. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ബ്രൈറ്റ് തോമസിനാണ്, ദൈവമാണ്. അതിലെ ഡയറക്ടർ വി വിൽഫ്രഡ്, അതിലെ അഭിനേതാക്കളും അണിയറക്കാരുമാണ് ബാക്കി എല്ലാവരും. അരയനും അമരക്കാരനും എന്ന സിനിമയുടെ പ്രീമിയർ ഷോ ഈ മാസം 16-ാം തീയതി രാവിലെ 10 മണിക്ക് ലെനിൻ സിനിമാസിൽ വച്ച് നടക്കുകയാണ്. അത് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രം, രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രമാണ് അത്. അവിടെ ലക്ഷോപലക്ഷം ആൾക്കാർ ഒരുമിച്ച് കൂടുന്നുണ്ട്. 1940കളിൽ അവിടെ ഉണ്ടായിരുന്ന കുടുംബങ്ങളുടെയും പ്രത്യേകിച്ച് തിരുവനന്തപുരം മേഖലയിലെ കടലോര കര മേഖലയുടെ കുടുംബങ്ങളുടെ കുടുംബങ്ങളുടെ ജീവിത പശ്ചാത്തലമാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കുരിശ് മലയിലെ കുരിശ് നാട്ടുന്ന ഒരു വൈദികൻ, അതിലൂടെ നിൽക്കുന്ന പ്രചോദനം, അതൊക്കെ അതിൻ്റെ ഇതിവൃത്തമായിട്ട് നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്. കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിലെത്തുന്ന ആൾക്കാരുടെ ജീവിതത്തിലും ഒരു പോരാട്ടത്തിൻ്റെ ജീവിതം കാണാം. ആ മലയിൽ കയറുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ്. അവരുടെ പ്രതീക്ഷകളും പ്രത്യാശകളും അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതേപോലെ തന്നെ കടലോര മേഖലയിലെ മക്കളുടെ ദീനരോധനവും പ്രശ്നങ്ങളുമുണ്ട്. ഓഗി പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന വേളയിൽ ആ കുടുംബങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴും അവർ അഭയം കണ്ടെത്തുന്ന ഒരു സ്ഥലമായിട്ട് ഈ കുരിശുമലയെ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ്. ഇന്ന് ലഹരിക്കെതിരായിട്ടുള്ള വലിയൊരു ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമയിൽ അരയനും അമരക്കാരനും എന്നുള്ള സിനിമയിൽ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ട വീര്യവും നമുക്ക് അതിനകത്ത് കണ്ടെത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഏറ്റവും പ്രധാനം. മനുഷ്യൻ്റെ ബന്ധമാണ് ദൈവിക ബന്ധമായിട്ട് കാണുന്നത്. അതുകൊണ്ട് ജാതി, മതം, വർഗം, വർണ്ണം എന്നിവയ്ക്ക് അതീതമായിട്ടുള്ള ഒരു വിശ്വമാനവികതയുടെ ഒരുമയും ഈ പടത്തിൽ നമ്മൾ ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് വരും തലമുറയ്ക്ക് ഒരു സ്നേഹ സംസ്കാരത്തിന് പ്രചോദനം നൽകുന്ന തലത്തിലാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യരും മനുഷ്യ ജീവിതത്തിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം, അവരുടെ മഹത്വം സൂക്ഷിക്കണം. അതിലേക്ക് വേണ്ടി ജീവിത മേഖലകളെ ഉയർത്തേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ ഒരു പ്രചോദനം നൽകുന്ന ഒരു സിനിമയായിട്ടാണ് നമ്മൾ ഇത് ഇറക്കുന്നത്. വരും തലമുറയ്ക്ക് പ്രത്യാശയും അതോടൊപ്പം തന്നെ സമാധാനവും പകരുന്ന ഒരു രീതിയിൽ. ഇന്ന് AI യുഗമാണ്, നിർമ്മിത ബുദ്ധിയുടെ യുഗമാണ്. നിർമ്മിത ബുദ്ധി ഏതൊക്കെ വഴിക്കാണ് ഇത് ലോകത്തെ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് വ്യക്തമല്ല. ഒരുപക്ഷെ അത് ശരിയായിട്ട് ഉപയോഗിക്കാം, തെറ്റായിട്ട് ഉപയോഗിക്കാം. ശരിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലത്, തെറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യുദ്ധവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നിർമ്മിത ബുദ്ധി തന്നെ കൺട്രോൾ ചെയ്യും. അതിൻ്റെ ആ വെളിച്ചത്തിൽ മനുഷ്യൻ്റെ യഥാർത്ഥ ബുദ്ധി പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്, യഥാർത്ഥ ജ്ഞാനബുദ്ധി പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അതിന് ഉപോത്പന്നമാകുന്ന സത്യത്തിൻ്റെയും നീതിയുടെയും വിനയത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആ ജ്ഞാനം ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരേണ്ടതും ആവശ്യമാണ്. ഈ തലത്തിലാണ് ഈ ചിത്രം നാം ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് പ്രചോദനവും ശക്തിയും പകരുന്ന, തേജസ്സും പകരുന്ന ഒരു സിനിമ, വളരെയേറെ അർത്ഥപൂർണമായിട്ട് ചിത്രീകരിക്കുന്നതിലേക്ക് വേണ്ടി ഇതിൻ്റെ ഡയറക്ടർ വി വിൽഫ്രഡും അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസർ ബ്രൈറ്റ് തോമസിനും വളരെയേറെ അക്ഷീണം സഹായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാര്യത്തെക്കുറിച്ച് കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഇതിൽ അഭിനയിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നതിലേക്ക് വേണ്ടി ഈ സിനിമയുടെ ഡയറക്ടർ വി വിൽഫ്രഡിനെ ക്ഷണിക്കുകയാണ്. കടലോര മക്കളെ ആസ്പദമാക്കിയാണ് ഈ സിനിമ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ അഭിനയിച്ച അഭിനേതാക്കൾ ഇന്ദ്രൻ ചെമ്പിൽ അശോകൻ, ബോബൻ ആലിമൂടൻ, കുമരക രഘുനാഥ്, മനുരാജ്, കോട്ടയം രമേശ്, സജി സൂര്യ, ഹരി കൊല്ലം, ടി ബിനു, രാജമണി, ബ്രൈറ്റ് തോംസൺ, ഇഗ്നീഷ്യസ്, പ്രമോദ് മണി, ഡോക്ടർ ദിവ്യ നായർ, വിജയകുമാരി, സേതുലക്ഷ്മി, രഹ്ന കല്യാണി, ഗസിയ, രമണി തോംസൺ എന്നിവരാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും ഈ പടം പോയി കാണണം. 16-ാം തീയതി നടക്കുന്ന പ്രീമിയർ ഷോയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, അതെന്താണ് എന്നതിനെക്കുറിച്ച് പ്രൊഡ്യൂസർ ബ്രൈറ്റ് തോംസൺ സംസാരിക്കുന്നതാണ്. ആദ്യമായിട്ട് ഞാനൊരു 2 വാക്ക് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. അതായത് എൻ്റെ അടുത്ത് ഈ സിനിമ കഥ പറഞ്ഞ് വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെക്കൻ കുരിശുമലയെക്കുറിച്ച് എനിക്കൊരു വലിയ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതായത് പണ്ട് മുതലേ ഞങ്ങൾ ആ കുരിശുമലയിൽ കയറുക, പ്രാർത്ഥിക്കുക, ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം, അതൊക്കെ ഒരു വലിയ ഇതായിരുന്നു. എന്നാന്ന് പറഞ്ഞാൽ ഒരു മുതൽക്കൂട്ടാണ്.
അപ്പം അങ്ങനെ ഒരു സിനിമയുടെ ഒരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ ക്രിയേറ്റീവ് ഹെഡ് നമ്മുടെ അച്ഛൻ അച്ഛൻ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ജീവിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിൽ അഭിനയിച്ചിട്ടില്ല, എങ്കിലും ആ കഥ പറയുമ്പോഴും അല്ലെങ്കിൽ ആ കഥാപാത്രവുമായിട്ട് വരുമ്പോഴും അച്ഛൻ അത് ലയിച്ച്, അതായത് അതിനകത്ത് നമ്മളിപ്പം മദ്യപാനമില്ല, എന്നാൽ അത് മദ്യപാനത്തിൻ്റെ കംപ്ലീറ്റ് കാര്യം അതിനകത്തുണ്ട്, ഉള്ളടക്കങ്ങളെല്ലാം. അപ്പം അങ്ങനെ ഒരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ എന്നാലും അച്ഛൻ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ഓരോ സമയത്തും ഓരോന്നോരോന്ന് പറഞ്ഞു തന്നു അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അച്ഛന് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഒരു നല്ലൊരു വിജയം നേടുമെന്നാണ് എനിക്ക് ഒരു ഉറച്ച വിശ്വാസം. അപ്പം നമ്മുടെ ഈ സിനിമയെക്കുറിച്ച് നമ്മൾ മേലധ്യക്ഷന്മാരുടെ അടുത്ത്, അതായത് നമുക്കതിനകത്തുണ്ട് മേലധ്യക്ഷന്മാരുടെ അടുത്തൊക്കെ നമ്മൾ ചെന്നപ്പോഴൊക്കെ ഈ കഥയുമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇവരാരും വരത്തില്ല എന്നോ അല്ല അങ്ങനെ ഒരു മറുപടി നമുക്ക് തന്നിട്ടില്ല. എല്ലാവരും നമുക്ക് ഒരേ മനസ്സോടെയാണ് പിതാക്കന്മാരെല്ലാം ഞങ്ങളടുത്ത് കൂട്ടിന്, അതായത് നമ്മുടെ ഈ സിനിമയുടെ വിജയത്തിന് വേണ്ടി അവർ പരമാവധി ശ്രമിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അന്നത്തെ ഉദ്ഘാടന വേളയിൽ നമ്മൾ ക്ഷണിച്ചിട്ടുള്ള നമ്മുടെ മുഖ്യാതിഥി നമ്മുടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി അവർകളാണ്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അവർകൾ, കൂടാതെ മോഹൻ ജോസഫ് അവർകൾ, പിന്നെ വിഷ്ണുനാഥ്, അങ്ങനെ നമ്മളെ ഒരു വലിയ നീണ്ട നിര തന്നെ ഉണ്ട്. കൂടാതെ നമ്മൾ സജി സൂര്യ, ഇതാണ് നമ്മുടെ ഇതിൻ്റെ കഥാപാത്രം മെയിനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഉടനീളം അഭിനയിച്ച ആ കഥാപാത്രം എന്ന് പറഞ്ഞാൽ എന്തോ ജീവിക്കുക എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ആ പ്രയത്നം അത് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ നമ്മൾ ആര് കണ്ടാലും കരയുന്ന രീതിയിൽ അഭിനയമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മറന്ന് ആ സിനിമയ്ക്ക് വേണ്ടി നല്ല ഒരു ഇതാണ് അദ്ദേഹം ചെയ്തു വെച്ചത്. അദ്ദേഹവും രണ്ടു വാക്ക് പറയും. അതുപോലെ തന്നെയാണ് നമ്മുടെ അങ്ങ് അറ്റത്തിരിക്കുന്ന നമ്മുടെ ഇഗ്നീഷ്യസും ഇതിനു വേണ്ടി ഒരു വലിയ ഒരു പങ്കാണ് വഹിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു സെഷൻ പുള്ളിയുണ്ട്, ബിനുവാണ് ഇതിനകത്തെ അച്ഛൻ കഥാപാത്രത്തെ അഭിനയിച്ചിരിക്കുന്നത്. വളരെ, അതായത് പണ്ടത്തെ ആ സ്റ്റൈലിൽ തന്നെയാണ് ആ സിനിമ ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നടന്നു. 16-ാം തീയതി നടക്കുന്ന പ്രീമിയർ ഷോയുടെ റിലീസിങ്ങിൽ മറ്റ് രൂപത അധ്യക്ഷന്മാർ അവരുടെ മെസ്സേജും അവരുടെ സാന്നിധ്യം ഉണ്ടാകും. പ്രത്യേകിച്ച് അനുഗ്രഹ സന്ദേശം മോർ ബെസിലിയൂസ് കർദിനാൾ ക്ലീമോസ് കത്തോലിക്ക ബാബ നൽകുന്നുണ്ട്. അതുകൂടാതെ റൈറ്റ് റവറൻഡ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ, റൈറ്റ് റവറൻഡ് ഡോക്ടർ തോമസ് മാർ എവസീബിയൂസ്, മോസ്റ്റ് റവറൻഡ് ഡോക്ടർ തോമസ് ജെ നെറ്റോ, മോസ്റ്റ് റവറൻഡ് ഡോക്ടർ സൂസപാക്യം, റൈറ്റ് റവറൻഡ് ഡോക്ടർ സിൽവസ്റ്റർ പൊന്നുമുത്തൻ, റൈറ്റ് റവറൻഡ് ഡോക്ടർ സെൽവരാജൻ ദാസൻ, റൈറ്റ് റവറൻഡ് ഡോക്ടർ പ്രിൻസ്റ്റൺ ബെൻ CSC ബിഷപ്പ്, കേണൽ പ്രകാശ് ചന്ദ്ര പ്രധാൻ, ഇവരും അവരുടെ മെസ്സേജുകൾ നൽകുന്നുണ്ട്. ഇതൊരു നല്ല ഒരു പ്രോഗ്രാമായിട്ടും എല്ലാ മതവിഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്ന തലത്തിലാണ് ഈ പ്രോഗ്രാംസ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ കഥയുമായിട്ട് വിൽഫ്രഡ് വരുമ്പോൾ ഇത്രയും വലിയൊരു പടമാവുന്നും ഇത്രയും നല്ല രീതിയിൽ ആർട്ടിസ്റ്റുകളെ കോർത്ത് പിടിക്കാൻ പറ്റുമെന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഇതൊരു വലിയൊരു പടമാക്കാനായിട്ട് നമുക്കൊരു ധൈര്യം തന്നത് നമ്മുടെ വിൽസൺ കെ പീറ്റർ അച്ഛൻ തന്നെയാണ്. പിന്നെ ഇതിൽ ബിനു എന്നൊരു വ്യക്തി നമ്മളെ കൂടെ ചേർന്നത് മുതലാണ് നമുക്ക് ഈ പടം ചെയ്യാനുള്ള ഒരു ധൈര്യം, നമുക്കിത് വലിയൊരു ഫീച്ചർ ഫിലിം ആക്കാനുള്ള ധൈര്യം വന്നു. പിന്നെ ഇന്ദ്രൻ സേട്ടൻ, ചിമ്പുൽ അശോകൻ, സേതുലക്ഷ്മി അമ്മ, ദിവ്യ, ഒത്തിരി ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നു. നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം റിസ്ക് എടുത്തുകൊണ്ടെന്ന് മനസ്സിലാവും. കുരിശുമലയിലേക്ക് വണ്ടി കയറുമ്പോൾ ജീപ്പ് മേളിൽ പോകുമ്പോൾ ഇന്ദ്രേട്ടൻ, ഞാൻ, ദിവ്യൊക്കെ പോകുമ്പോൾ ആ വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. ഒരിക്കൽ വണ്ടി കൊക്കയിലോട്ട് പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വണ്ടി ഞണങ്ങിയതല്ലാതെ നമുക്കാർക്കും ഒരു അബദ്ധം പറ്റാതെ ദൈവം കാത്ത് ആ സിനിമ വലിയൊരു വിജയമാക്കാനായിട്ട് ഇവിടെ എത്തിച്ചു. അതിന് ദൈവത്തിൻ്റെ വലിയൊരു കഴിവുണ്ട്, ദൈവത്തിൻ്റെ വലിയൊരു പ്രാർത്ഥനയുണ്ട് നമ്മളോടൊപ്പം ഈ പടം ഇവിടെ ഇത്രയും നല്ല രീതിയിൽ എത്തിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ പ്രിവ്യൂ ഷോയ്ക്ക് വരണം. അതേപോലെ നമ്മുടെ പടം ഇറങ്ങുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു.
ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അഭിനയിക്കുവാൻ ഒരു പ്രചോദനമായത് നമ്മുടെ വിൽസൺ കെ പീറ്റർ അച്ഛനാണ് പറഞ്ഞത് ഇയാൾ തന്നെ ചെയ്യണം അച്ഛൻ്റെ വേഷം. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വരുന്നത്. പിന്നെ ഈ സിനിമയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞങ്ങളെ വിശ്വാസമനുസരിച്ച് എത്ര ചവിട്ടി താഴ്ത്തിയാലും അത് ഒരു സമയത്ത് എത്രയും വിപുലമായി ഇത് ഉയർന്നു വരും എന്നതിന് തെളിവാണ് നമ്മളെ വിശ്വാസം അനുസരിച്ച്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമ്മളെല്ലാം ഇത് നടക്കില്ല, ഇത് നശിച്ചു പോകും എന്ന് പ്രതീക്ഷയെടുത്ത് നമ്മൾ വിചാരിക്കുന്നേക്കാൾ 100% 100 മേനി കൊയ്തുകൊണ്ടാണ് ഈ സിനിമ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മുടെ ദൈവത്തെയാണ്. ദൈവമാണ് നമ്മളെ എത്രയും ഈ സിനിമ ഉയർത്തിക്കൊണ്ടുവന്നത്. ആ വിശ്വാസം ആണ് ഈ ഇവിടെ സംഭവിക്കുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്.